തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച് കേരളം. എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നീട്ടണമെന്ന ആവശ്യം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ പ്രശ്നങ്ങൾ അക്കമിട്ട് നിരത്തി ചീഫ് സെക്രട്ടറിയുടെ കത്ത്. SIR പ്രക്രിയയിലെ പ്രശ്നങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കേരളം കത്ത് നൽകിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വോട്ടർമാരാണ് വിവിധ കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട്ടത്. ഇതോടെ ലക്ഷക്കണക്കിന് വോട്ടർമാർക്ക് വോട്ടവകാശം നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. ആബ്സെന്റ്, ഡെത്ത്, പെർമനന്റ്ലി ഷിഫ്റ്റഡ് തുടങ്ങിയ വിഭാഗങ്ങളിലായി 25 ലക്ഷത്തോളം വോട്ടർമാരാണ് പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. 2025 സ്പെഷ്യൽ സമ്മറി റിവിഷന് ശേഷം കേരളത്തിൽ 2.78 കോടി വോട്ടർമാരെന്ന കണക്കാണ് നിലവിലുള്ളത്. ഇവരിൽ എല്ലാവർക്കും എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തിട്ടില്ല. വിതരണം ചെയ്യാൻ കഴിയാത്ത എന്യൂമറേഷൻ ഫോമുകളുടെ വിശദാംശങ്ങൾ ഇതുവരെ പ്രസിദ്ധീകരിക്കുകയോ രാഷ്ട്രീയ കക്ഷികൾക്ക് ലഭ്യമാക്കുകയോ ചെയ്തിട്ടില്ല. 2025 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടെങ്കിലും BLOമാർ വഴി എല്ലാ വോട്ടർമാർക്കും ഫോമുകൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നതും അന്ന് വോട്ട് രേഖപ്പെടുത്തിയതുമായ നിരവധി വോട്ടർമാർ ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ശേഖരിക്കാൻ കഴിയാത്ത എന്യൂമറേഷൻ ഫോമുകളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ചില ബൂത്തുകളിൽ ഈ എണ്ണം അസാധാരണമായി ഉയർന്നതായും കാണാം. ഈ വിഷയവും ഗൗരവത്തോടെ പരിശോധിക്കേണ്ടതുണ്ടെന്ന് കത്തിൽ പറയുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും നീട്ടണമെന്നും യോഗ്യരായ എല്ലാ വോട്ടർമാരുടെയും പരാതികൾ പരിഹരിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സർക്കാർ നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.